ശബരിമലയിൽ ADGP അജിത് കുമാറിൻ്റെ ട്രാക്ടർ യാത്ര വളരെ വിവാദമായിരുന്നു. അപ്പം അത് കോടതി അധികം അതിൻ്റെ വിശദീകരണമൊക്കെ തേടിയെങ്കിലും ഇപ്പോൾ DGP അതിൻ്റെ നടപടി നിർദ്ദേശിച്ച് ആഭ്യന്തര വകുപ്പിന് കൈമാറിയിരിക്കുകയാണ്. ഇത് ഇത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. ADGP അജിത് കുമാർ ട്രാക്ടർ കയറിയിട്ടുണ്ട്. ഈ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അവിടെ ADGP മാത്രമേ ട്രാക്ടർ കയറി പോകുന്നുള്ളൂ എന്നാണോ? ഇതാദ്യ സംഭവമാണ്. കോടതി മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇത് ചരക്ക് നീക്കത്തിന് മാത്രമുള്ളതാണ്. അതിൽ ആ ഡ്രൈവർ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അങ്ങോട്ട് പോകുമ്പോൾ മുഴുവൻ ചരക്കുമായിട്ടാണ് പോകുന്നത്. തിരിച്ചു വരുമ്പോൾ ഇത് അവിടെ നിന്ന് ഇങ്ങോട്ട് കാലിയായിട്ടായിരിക്കും വരുന്നത്. പമ്പയിൽ നിന്നാണ് ഇത് അങ്ങോട്ടേക്ക് പോകുന്നത്. ഒരു 4-5 കിലോമീറ്റർ സ്വാമി അയ്യപ്പൻ റോഡ് വഴി പോവുകയാണ്. അതിനകത്ത് ഒരാൾ നിന്ന് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയൊരു സാഹസികമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇത് ഇപ്പോൾ ADGP അജിത് കുമാർ അതിൽ കയറിപ്പോയത് ഈ പോലീസുകാർക്കും അവിടെ ട്രാക്ടറുണ്ട്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനും. കാരണം പിന്നെ തീർത്ഥാടന കാലവും അല്ലാതുള്ള സമയമൊക്കെ അവിടെ പോലീസുകാരുണ്ടല്ലോ. അവർക്ക് ആവശ്യമായ ഭക്ഷണം ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സാമഗ്രികൾ, മറ്റ് സൗകര്യങ്ങളെല്ലാം അവിടെ എത്തിക്കണം. ഇതെല്ലാം ട്രാക്ടർ വഴിയാണ്. എല്ലാം സന്നിധാനത്തുള്ള മുഴുവൻ കാര്യങ്ങളും ട്രാക്ടർ വഴിയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ADGP അജിത് കുമാർ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇത്തരത്തിലൊരു സൗകര്യം ഒരുക്കി കൊടുത്ത് കാണും. അത് ഈ CCTV ഉള്ള ഭാഗത്ത് നിന്ന് കയറാതെ അവർക്കറിയാം അത് വിവാദം ഉണ്ടാക്കും എന്നുള്ളത്. അതുകൊണ്ട് ഈ കുറച്ചങ്ങ് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ, അതായത് പമ്പയുടെ ആ ഗേറ്റ് കടന്നു കഴിഞ്ഞാൽ പിന്നെ കുറേ ഭാഗത്തേക്ക് CCTV ഇത് വരുന്നില്ല. അവിടെ വച്ച് കയറിയിട്ടുണ്ടാകും. തിരിച്ചും അതുപോലെ തന്നെ അവിടെ വന്ന് ഇറങ്ങിയിട്ടും ഉണ്ടാകും. ഇതിനിപ്പോൾ ആ ഡ്രൈവർ എന്ത് പിഴച്ചു? ഡ്രൈവറും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു മേധാവി, അദ്ദേഹത്തിൻ്റെ മാത്രം ഉത്തരവാദിത്തോടു കൂടിയൊന്നും അല്ല അത് കൊണ്ടുപോയത്. അത് പോലീസുകാരുടെ എല്ലാം കൂടി നിർബന്ധത്തിന് ഇദ്ദേഹവും ചിലപ്പോൾ ആവശ്യപ്പെട്ട് കാണും. കാരണം അധികാരത്തിലിരിക്കുകയല്ലേ. ആ അധികാരത്തിൻ്റെ സുഖം മുഴുവൻ അനുഭവിക്കാൻ എല്ലാവരും ആഗ്രഹിക്കും. അതുപോലുള്ളൊരു തയ്യാറെടുപ്പാണ് ADGPയും ചെയ്തത്. അതിന് ഇവർ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർ പിന്തുണയും കൊടുത്തു. ആരോ ഒരാൾ ഇത് പുറം ലോകത്തേക്ക് വിടുകയും ചെയ്തു. ഇത് ഈ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റൊക്കെ ഉണ്ടല്ലോ, ഇപ്പോഴത്തെ പ്രശാന്ത്, ഇപ്പോഴത്തെ പ്രസിഡൻ്റായാലും മുൻ സമയത്തുണ്ടായിരുന്ന അനന്തഗോപന്, അതിനും മുമ്പുണ്ടായിരുന്ന പ്രയാറ്, അതിനും മുമ്പുണ്ടായിരുന്ന പത്മകുമാർ, ഇവരൊന്നും ഈ ട്രാക്ടറിൽ കയറത്തില്ല കേട്ടോ. ട്രാക്ടർ കൂടാതെ ഈ ആംബുലൻസുമുണ്ട്. സന്നിധാനത്ത് എന്തെങ്കിലും തരത്തിലുള്ള അത്യാഹിതം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ സന്നിധാനത്ത് നിന്ന് ഒരു 20 മിനിറ്റ് കൊണ്ടെങ്കിൽ പമ്പയിലെത്തിയാൽ അവിടെ നിന്ന് നേരെ ആംബുലൻസ് വഴി തൊട്ട അടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രമായ പെരുന്നാട് അവിടെ എത്തിക്കും. അവിടെ നിന്ന് പിന്നെ പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിലേക്കും പോകും. ഇങ്ങനെയാണ് കണക്ക്. അപ്പോൾ ഈ ഇതിലൊക്കെ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാമായിരുന്നു അജിത് കുമാറിന്. അതെന്തുകൊണ്ട് ഉപയോഗിച്ചില്ല എന്ന് ചോദിച്ചാൽ, കാരണം ഈ പോയ ട്രാക്ടർ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയാണ്. അതിൽ വേണ്ട സൗകര്യം അവർ ചെയ്തു കൊടുത്തു. മറ്റത് വരുന്നത് ഹെൽത്തുകാരുടെയാണ്. അവരിതിന് വഴങ്ങി കൊടുക്കത്തില്ല. കാരണം പ്രത്യേക നിർദ്ദേശമുണ്ട്, ഇത്തരത്തിലുള്ള എന്തെങ്കിലും അത്യാഹിതം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന്. ഈ ദേവസ്വം ബോർഡ് ഞാൻ പറഞ്ഞില്ല, കുറച്ച് പ്രസിഡന്റുമാരുടെ, ഇപ്പോഴത്തെ പ്രസിഡന്റ് അടക്കമുള്ളവർ, ഇവർക്ക് എത്ര പ്രാവശ്യം മല കയറി ഇറങ്ങുന്നറിയാം. അവരാരും ഈ ട്രാക്ടറോ ആംബുലൻസോ ഉപയോഗിക്കാറില്ല. ഇപ്പം നമ്മളവിടെ ചെല്ലുന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ലഗേജൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ട്രാക്ടറുകാരെ കൊടുക്കാം. എവിടെ എത്തിക്കേണ്ടതെന്ന് വെച്ചാൽ അവരത് എത്തിച്ചോളും. അതിന് തുക ഈടാക്കും. ഡോളി സൗകര്യമുണ്ട്. ആ ഡോളി ഉപയോഗിക്കാമായിരുന്നല്ലോ. ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന VV ഗിരി ഡോളി കയറിയാണ് കുറച്ചിടെ പോയത്. VV ഗിരിയും മകനും. അങ്ങനെയാണ് ഡോളി അവിടെ വരുന്നത് 1973. ഇത് ഇത്ര വലിയ വിവാദമാകുമെന്നും പ്രതീക്ഷിച്ച് കാണത്തില്ല. ഇപ്പം എന്താണെന്നറിയാമോ, അജിത് കുമാർ ആയതുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ പലരും അവിടെ ഈ ട്രാക്ടറിൽ കയറി പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ അവരുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട്. ഇനിയിപ്പോൾ എന്തായിരിക്കും എന്നറിയാമോ, ഇനിയിപ്പോൾ കുറേ കാലത്തേക്ക് ആരും ട്രാക്ടറിലൊന്ന് കയറാൻ പറഞ്ഞാൽ കൂടെ കയറത്തില്ല. അങ്ങനെ ആയിരിക്കും. ഇത് അതിനു വേണ്ടി ഉപയോഗിക്കുന്നതല്ല എന്നുള്ളതാണ്. മുൻകാലങ്ങളിൽ ഇതെങ്ങനെയാണെന്നറിയാം, കോടതി ഇടപെട്ടത്.
ഈ സ്വകാര്യ ട്രാക്ടറുകൾ ഒരുപാടുണ്ട്. അവിടെയുള്ള ഹോട്ടലുകളിലേക്കൊക്കെ ചരക്കെത്തിക്കണമല്ലോ. ഈ അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ സ്ഥലമുണ്ടെങ്കിൽ 1, 2, 3, 4 പേരെയൊക്കെ കയറ്റും. അവിടെ ഇങ്ങനെ അള്ളിപ്പിടിച്ച് നിൽക്കുകയൊക്കെ ആയിരിക്കും. ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു 200 രൂപ വെച്ച് വാങ്ങിച്ചാലും 4 പേര് കയറിയാൽ 10,000 രൂപ അടുപ്പിച്ചായില്ലേ. ഇത് ഇയാളുടെ പോക്കറ്റിലിരിക്കും. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴും അവിടെ നിന്ന് വരുമ്പോൾ കാലിയായിരിക്കും, അതിനകത്തോട്ട് അങ്ങ് കയറ്റിയിരുത്തും. പിന്നെ അപ്പോൾ അത് ഇതുപോലെ 200, 250 രൂപ വെച്ചൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ആയില്ലേ. ഇത് കോടതി ഇടപെട്ടു, ഇങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല. കാരണം അവിടെ ഹൈക്കോടതിയുടെ ആളുണ്ട് അവിടെ നിരീക്ഷിക്കാനെല്ലാം തന്നെ, ശബരിമല തീർത്ഥാടന കാലത്തൊക്കെ തന്നെ. അപ്പോൾ അങ്ങനെയാണ് കോടതിയുടെ വിധി വന്നത്. ഇപ്പോൾ ADGP പോകുമ്പോൾ എങ്ങോട്ട് തിരിഞ്ഞാലും അതൊരു വാർത്തയാകുന്നത് കൊണ്ട് ഇദ്ദേഹത്തിന് അജിത് കുമാറിനെതിരെ നടപടി DGP നിർദ്ദേശിച്ച ആഭ്യന്തര വകുപ്പിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതെന്തിനാണെന്നറിയാമോ? ഇത് നമ്മുടെയൊക്കെ കണ്ണിൽ പൊടി ഇടാൻ വേണ്ടി മാത്രം. അജിത് കുമാറിനെ അങ്ങനെയൊന്നും രക്ഷപ്പെടുത്തിയിട്ടില്ല. ഇതിൻ്റെ പിന്നാലെ പിന്നെ ആര് പോകുന്നു? ADGPക്ക് നടക്കാൻ വയ്യായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത്രയും ഭക്തിയേ ഉള്ളൂ. നടന്നു പോയിട്ടുള്ള ഭക്തി, അയ്യപ്പൻ്റെ അനുഗ്രഹം വേണ്ട എന്ന് അദ്ദേഹം തീർച്ചപ്പെടുത്തിയിട്ടുണ്ടാകും. എനിക്ക് ട്രാക്ടറിൽ പോയിട്ട് അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് വരാൻ അറിയാം എന്നുള്ള ഹുങ്കിയല കാണിച്ചു. ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ എന്ത് നടപടിയെടുക്കാൻ? ഇദ്ദേഹത്തെ പിടിച്ച് പിന്നെ ജയിലിലിടുമോ? അതോ ഇദ്ദേഹത്തിൻ്റെ സർവീസിൽ വേറെ എന്തെങ്കിലും ബാഡ് മാർക്ക് ഉണ്ടാക്കുമോ? അങ്ങനെയാണെങ്കിൽ എന്തെല്ലാം അജിത് കുമാറിൻ്റെ പേരിൽ ഉണ്ടാകണമായിരുന്നു. അപ്പോൾ ഇത് നമ്മളെ പറ്റിക്കുന്നതിന് വേണ്ടി മാത്രം ഉള്ളതാണ്. പത്രങ്ങളൊക്കെ 2ഉം 3ഉം കോളത്തിൽ ഇതങ്ങോട്ട് എഴുതുന്ന കണ്ടു കഴിഞ്ഞാൽ അജിത് കുമാർ എന്തോ പിന്നെ ശബരിമല കൊള്ളയടിക്കാൻ ചെന്ന മാതിരിയുള്ള പിന്നെ രീതിയിലാണ് വാർത്ത വന്നിരിക്കുന്നത്. ഇത് കയറിയിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ DGP തന്നെ ഇദ്ദേഹത്തിൻ്റെ ഇതൊരു വിശദീകരണം വാങ്ങുക, അതിനകത്തൊരു ശാസന നൽകുക, എന്നിട്ട് DGPയുടെ തന്നെ ഉത്തരവുണ്ടാവുക. ഇത് കോടതി വിധി ഇത്തരത്തിലായതുകൊണ്ട് ഇത് ദുരുപയോഗം ചെയ്തു കഴിഞ്ഞാൽ ആ ട്രാക്ടറിൻ്റെ അതിൻ്റെ ഡ്രൈവർ ലൈസൻസ് റദ്ദ് ചെയ്യും. അവിടെ നിന്ന് തന്നെ ട്രാക്ടറിനെ അവിടെ അനുവദിക്കത്തില്ല, സ്വകാര്യ ട്രാക്ടർ ആയാൽ പോലും. അങ്ങനെ കൊണ്ടുവരണം. കാരണം ഈ ശബരിമലയ്ക്കൊരു രീതിയുണ്ട്, എൻ്റെ പരമ്പരാഗതമായിട്ടുള്ള വഴികളിലൂടെ പോവുക. പിന്നെ മടിയിൽ കനമുള്ള ആളാണെങ്കിൽ ഡോളി ഉപയോഗിക്കാം. ഡോളിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുന്നതിന് ഒരു 8000 രൂപയോളം കുറഞ്ഞത് ആകും. 4 പേർ കൂടി ചുമക്കുകയാണ്. അത് നമ്മളെ ചുമന്നുകൊണ്ട് പോകുമ്പോൾ കുറച്ച് നാളത്തേക്ക് ട്രാക്ടറും മറ്റുള്ള സൗകര്യങ്ങളൊന്നും ഉപയോഗിക്കില്ലായിരിക്കും. അല്ല, ഇനിയിപ്പോൾ ട്രാക്ടറും കുറഞ്ഞു വരും. കാരണം പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് റോപ്പ് വേയുടെ എല്ലാം സാങ്ഷനായി കിടക്കുകയാണ്. വനം വകുപ്പും സ്ഥലവും കൊടുത്തിട്ടുണ്ട്. അത് സ്വകാര്യ കമ്പനിക്ക് അതിനുള്ള അനുമതിയും കൊടുത്തിരിക്കുകയാണ്. അത് കഴിയുമ്പോൾ ഈ ട്രാക്ടറും പോകും. പിന്നെ ഈ റോപ്പ് വേയിൽ അജിത് കുമാറിനെ പോലുള്ളവർ ചിലപ്പോൾ പോകുന്നത് നമുക്ക് കാണേണ്ടി വരുമെന്നുള്ളതാണ്. പക്ഷെ അല്ല, ഭാവിയിൽ ഒരുപക്ഷെ പമ്പയിൽ നിന്ന് റോപ്പ് വേ വരുന്ന ഭക്തർക്കും പോകാവുന്ന ഒരു കാലം ഉണ്ടാകും. പിന്നെ പരമ്പരാഗതമായ രീതി ഈ നീലിമല അപ്പാച്ചിമേട് ശരംകുത്തി ശബരിപ്പീഠം കയറി അയ്യപ്പനെ കണ്ട് വണങ്ങി വരിക എന്നുള്ളതായിരിക്കും. എന്തായാലും ADGP അജിത് കുമാറിനെ അയ്യപ്പൻ രക്ഷിക്കട്ടെ. സ്വാമിയെ ശരണമയ്യപ്പ.